ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിന് എങ്ങനെ ക്രിസ്മസ് ട്രീയിൽ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് എറണാകുളം ബ്രോഡ്വേ. അപ്പം ബ്രോഡ്വേ പോയിട്ട് എന്തായാലും സാധനം മേടിക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് മൊബൈലായിട്ട് പോയ എൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. ആ ബ്രോഡ്വേ കയറിയത് മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കിയെല്ലാം എന്നെ ഉന്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ക്യാമറ തന്നെ മഴയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും ഹോൾസെയിൽ രീതിയിലാണെങ്കിലും റീറ്റെയിൽ രീതിയിലാണെങ്കിലും എല്ലാ സാധനത്തിനും പൈസ കുറവാണ്. ഹോൾസെയിൽ അടിക്കുമ്പോൾ ഇപ്പോൾ 40 രൂപേൻ്റെ സാധനം ഹോൾസെയിൽ അടിക്കുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് 35 രൂപയ്ക്കൊക്കെ ഏകദേശം ഒപ്പിച്ച് തരും. പിന്നെ ഇവിടെ കാണുന്ന സ്റ്റാർസിനെല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് 250, 300, 400 എന്നുള്ള പല വെറൈറ്റികളിലും ഡിസൈനനുസരിച്ചാണ് സ്റ്റാർസിനൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ പേപ്പർ സ്റ്റാർസെല്ലാം സ്റ്റാർട്ടിങ് വരുന്നത് 200, 250 എന്നൊക്കെ പല രീതിയിലും പല ഡിസൈനും മോഡലും അനുസരിച്ചാണ് ഇവിടെ പേപ്പർ സ്റ്റാർസിന് റേറ്റ് വരുന്നത്. പിന്നെ സ്റ്റാറെല്ലാം നമ്മൾ നോക്കി സെലക്ട് ചെയ്യുന്ന നേരത്ത് നമുക്ക് കിളി വരും. എങ്ങനെ വെച്ചാൽ പല രീതിയിലും പല ഡിസൈനിലാണ് സ്റ്റാർ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്കെല്ലാം വരുമ്പോൾ ഫുള്ള് LED സ്റ്റാർസും പിന്നെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാനുള്ള ഡെക്കറേഷൻ ഐറ്റംസ്, അതായത് റിബണും കാര്യങ്ങളും, പിന്നെ നമ്മളെ വീട് അലങ്കാര പണികൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ എന്താ പറയുക സീരീസ് സെറ്റ് ലൈറ്റ്, മൾട്ടി കളർ, സിംഗിൾ കളർ, അതൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 45 മീറ്റർ, 50 മീറ്റർ, 65 മീറ്റർ എന്നൊക്കെ അവർ പറയും. പക്ഷേ സംഭവം 35-40 മീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുള്ളൂ. 60 മീറ്ററിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ 35, 40, 55 മീറ്ററൊക്കെ പറയും. അതിനകത്ത് 45 മീറ്ററൊക്കെ 55 മീറ്ററിലൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിലൊക്കെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഇവിടെ ഭായിമാർ തൂക്കണ സാധനങ്ങളുണ്ട്. പിന്നെ ഈ കാണുന്ന ക്രിസ്മസ് ട്രീസൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർ മേടിച്ചും പോകുന്നുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അകത്തേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഫുള്ള് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് ഈ സീരീസ് സെറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ സ്ട്രിപ്പ് പോലത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം റീസണബിളായിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത്. പിന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എല്ലാ ഷോപ്പിലും കയറിക്കൊന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ചില ഷോപ്പിലെല്ലാം വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം ഷോപ്പിലെല്ലാം കയറി വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് കണ്ണ് കളിപ്പോയത്. ഫ്രണ്ടിലോട്ട് നോക്കിയ സമയത്ത് ഇഷ്ടംപോലെ LED സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ ഫുള്ള് മഴവിൽ വന്ന പോലെ ഫുള്ള് കളർഫുള്ളായിട്ട് പല ഡിസൈനിലുള്ള LED സ്റ്റാർ കണ്ടു. പിന്നെ അത് കഴിഞ്ഞൊന്ന് ബ്രോഡ്വേൻ്റെ മെയിൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് സൈഡിൽ 2 ചേച്ചി വീട്ടിൽ ലൈറ്റ് വിട്ട് അരിയിൽ കൂടെ പോണ പെൺകുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കൊടുക്കണം. ഞാൻ വിചാരിച്ചു എൻ്റെ തലയിൽ വെച്ച് തരുമെന്ന് വിചാരിച്ചു, പക്ഷെ വെച്ച് തന്നില്ല. പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കണ്ട് മുമ്പോട്ട് വന്നപ്പോഴാണ് തിരക്ക് കൂടി. പിന്നെ ഒരു ഗല്ലി കണ്ട്. ഇതിങ്ങനെ ബ്രോഡ്വേ എന്ന് പറഞ്ഞാൽ ഓരോ മെയിൻ റോഡ് പോലെ, പിന്നെ സൈഡിലോട്ട് ഒരു ഗല്ലി പോലെയാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഗല്ലിയിലോട്ട് കയറി. പിന്നെ ഒന്നും അറിഞ്ഞില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ക്യാമറ ആയിട്ട് വെറുതെ പൊന്തിച്ച് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഉന്തിക്കൊണ്ട് പോയതാണോ അല്ലെങ്കിൽ ഞാൻ നടന്നു പോയതാണോ എന്ന് എനിക്കൊന്നും പിടികിട്ടാത്ത രീതിയിൽ ഞാൻ എയറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ സൈഡിലെല്ലാം ഫുള്ള് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും പിന്നെ ഈ ക്രിസ്മസ് അപ്പൂപ്പൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ക്യാപ്പും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളും ഫുള്ള് നിങ്ങൾ ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണട്ടെ. ചെറിയ ലാഗ് അടിക്കുമെങ്കിലും പ്രശ്നമാക്കണ്ട. പക്ഷെ കുറച്ചങ്ങോട്ടേക്ക് പകുതിയോളം എത്തുമ്പോഴേക്കാണ് ഫുള്ള് കാര്യങ്ങളെല്ലാം കാണുക. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആണ്. കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഫുള്ള് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാറും കാര്യങ്ങളും എല്ലാം ഉള്ളിലോട്ട് നമ്മൾ വിചാരിക്കും ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഭയങ്കര പൈസയായിരിക്കും. കസ്റ്റമേഴ്സ് കൂടുന്നതനുസരിച്ച് പൈസ കൂട്ടും. പിന്നെ കുറച്ചങ്ങോട്ട് നീളന്തോ ഉള്ളിലോട്ട് പോകുമ്പോൾ പൈസ കുറയും എന്ന് വിചാരിച്ചൊന്നും പോകണ്ട. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഒരേ പൈസയാണ്. അത് നിങ്ങൾ ഒരു സാധനം എടുക്കാൻ നേരത്ത് ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ട് എല്ലാ ഷോപ്പിലും കയറി നോക്കിയിട്ട് പൈസ ഓക്കെയാണ് എടുത്താൽ മതി. ആദ്യം പൈസ കുറവും പിന്നെ അവസാനം പൈസ കൂടുതലും അങ്ങനെയൊന്നുമില്ല. എല്ലാ ഷോപ്പിലും ഒരേ പ്രൈസ് തന്നെയാണ്. അപ്പോൾ നോക്കി എടുക്കുക, നല്ലൊരു സാധനം നോക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ മൊത്തം ഇരുന്ന് കാണുക. ഓക്കെ, ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഈ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ
വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ലൈക്കെങ്കിലും അടിക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ പിന്നിൽ ഭയങ്കര എഫേർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ വീഡിയോയിൽ 10 മിനിറ്റ് ഉള്ളെങ്കിലും പക്ഷേ അതിൻ്റെ അകത്തൊരു കുറേ ടൈം ഒരു 3-4 മണിക്കൂറിൻ്റെ എഫേർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ക്രിസ്മസ് ട്രീയിൽ തൂക്കണ ബോൾസും അങ്ങനത്തെ ബെല്ല്, ചെറിയ പപ്പാനയും അങ്ങനത്തെ അതേ സാധനങ്ങൾ 30 രൂപ, 40 രൂപ, 50 രൂപ എന്നുള്ള പല സൈസിലും പല റേറ്റിലാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ പുൽക്കൂടിൽ വെക്കാനുള്ള ചുമരിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് സാധനങ്ങളും പിന്നെ സ്റ്റാറും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഈ ഗല്ലി. ഫുള്ള് രസമാണ്. ഫുള്ള് രസം എന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ കാണുന്ന പോലെയല്ല, എന്താ പറയുക, വേറൊരു ലോകത്തേക്ക് ചെല്ലുമെന്ന് പറയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കേരളത്തിൽ പല സ്ഥലം ഉണ്ടെങ്കിലും പക്ഷേ എറണാകുളം ബ്രോഡ്വേ എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക, വേറൊരു സുഖം, ക്രിസ്മസിനൊക്കെ വേറൊരു മൂടുള്ള സ്ഥലമാണ് എറണാകുളം ബ്രോഡ്വേ. ബ്രോഡ്വേ എന്ന് പറയുമ്പോൾ തന്നെ എറണാകുളത്തുള്ള ആൾക്കാർക്കെല്ലാം ഏകദേശം അറിയാൻ പറ്റും. പൂട്ട് തുറപ്പാനും വരെ എന്ത് വേണമെങ്കിലും ബ്രോഡ്വേ ചെന്നാൽ സാധനം കിട്ടി. ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അങ്ങ് അവസാനം എത്തുന്നതിൻ്റെ ഉള്ളിൽ ബ്രോഡ്വേൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കും എന്ന് പറഞ്ഞവരാണ് ബ്രോഡ്വേയിൽ ഉണ്ടാവുക. പല പ്രൈസിലും പല ക്വാളിറ്റിയിലും ബ്രോഡ്വേയിൽ സാധനങ്ങൾ കിട്ടും. അത് നോക്കിയും ശ്രദ്ധിച്ചെടുക്കുക. ബ്രോഡ്വേയിൽ തിരക്ക് കൂടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് പല സ്ഥലത്തുനിന്ന് എറണാകുളത്തോട്ട് വരുന്ന ആൾക്കാരുണ്ടാകും ക്രിസ്മസിൻ്റെ പർച്ചേസ് ആയിട്ട്. പിന്നെ എറണാകുളം എന്ന് പറയുമ്പോൾ അറിയാലോ, വെറുതെ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ തന്നെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ ഒന്നാമത് ബ്രോഡ്വേയിൽ ഇങ്ങനെ സ്റ്റാറും കാര്യങ്ങളെല്ലാം ആയി വന്ന ഫോട്ടോസ് എടുക്കാനും അതൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇറങ്ങും. പിന്നെ പർച്ചേസിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങും. എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ എന്നെപ്പോലെ വ്ളോഗ് ചെയ്യാൻ നടക്കണം, വീഡിയോ എടുക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ 3 രീതിയിലുള്ള ആൾക്കാരുണ്ടാവാം അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ സ്ഥലത്ത് ഇത്ര ആൾക്കാർ വരുമ്പോൾ തിക്കും തിരക്കും വരുന്നത്. പിന്നെ ക്രിസ്മസും ആണ്, സാധനങ്ങൾ എടുക്കാൻ നല്ല റഷായിട്ടുള്ള സമയമാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ക്രിസ്മസിന് ഒരു 3 ദിവസം മുമ്പാണ്. അപ്പോൾ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചും കൂടി മുമ്പ് പോയാൽ മതിയായിരുന്നു, ഞാനിപ്പോൾ ഇത് ആലോചിക്കണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണട്ടോ. ഇനി തൊട്ടാണ് വീഡിയോ രസമായി അങ്ങ് മുറുകി വരുന്നത്. ഒന്ന് നോക്ക്, ഫുള്ള് നല്ല രസം കളർഫുള്ളായിട്ടുള്ള ഏരിയകളാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ ക്രിസ്മസിന് ഓരോ കൊല്ലവും സീസൺ ആയതുകൊണ്ട് തന്നെ പുതിയ പുതിയ സാധനങ്ങളും പുതിയ പുതിയ വെറൈറ്റി ഐറ്റംസും സ്റ്റാറും ഇതൊക്കെ കണ്ടോ, റിബണും റീത്തും കാര്യങ്ങളെല്ലാം എല്ലാം പുതിയ 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 ട്രെൻഡ് മോഡലായിട്ടുള്ള സാധനങ്ങളും ഒക്കെയാണ്. ക്രിസ്മസ് ട്രീ ആണെങ്കിലും ക്രിസ്മസ് ട്രീൻ്റെ അകത്ത് തൂക്കണ സാധനങ്ങളൊക്കെയാണ് ഇവിടെ സൈഡിൽ കണ്ടോ. ചെറിയും കാര്യങ്ങളെല്ലാം നല്ല രസം തോന്നി. ക്യാമറ കാണുന്നതിനെക്കാട്ടും നല്ല രസമാണ്. എനിക്ക് മൊത്തത്തിൽ ആ ഷോപ്പിൻ്റെ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കാനും പറ്റുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ നടുക്ക് നിന്നിട്ട് വീഡിയോ എടുക്കണത്. പിന്നെ സ്റ്റാറും ഇപ്പോൾ ഈ കണ്ടോ LED കൊണ്ട് ഡിസൈൻ ചെയ്ത ഈ മാലാഖേൻ്റെ രൂപവും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയുമാണ്. കണ്ടോ മാനെല്ലാം കണ്ടോ. പിന്നെ അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളും റീത്താണ് അവിടെ മെയിൻ ഹൈലൈറ്റ്. പല പല ഡിസൈനിൽ പല മെറ്റീരിയലും പല റിബണും ഉപയോഗിച്ചിട്ടുള്ള റീത്തും LED ലൈറ്റ്സും പിന്നെ സ്റ്റാറും എന്നൊക്കെ പറഞ്ഞ പോലെ പല മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയ സാധനത്തിന് ഞാൻ നോക്കിയപ്പോൾ 45 രൂപ അങ്ങനെയൊക്കെയാണ്. നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ. ഇതാണ് മെയിൻ ഏരിയ. സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റാർ നല്ല പലതരം വെറൈറ്റി സ്റ്റാറും പല മോഡലിലും പല നമ്മൾ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനത്തെ മോഡലാണുണ്ടോ ആ മോഡൽ സ്റ്റാർ ഈ ഗല്ലീൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫുള്ള് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും പിന്നെ ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കണ സാധനങ്ങളെല്ലാം ഇവിടെ അത്യാവശ്യം പൈസ കുറവ്, റീസണബിളായിട്ട് പൈസ കുറവാണെന്ന് എനിക്ക് തോന്നി ഞാൻ ചോദിച്ച സമയത്ത്. പിന്നെ ഇവിടെ ഇങ്ങനെ തിരിച്ചിപ്പോൾ നടക്കാൻ നേരത്ത് ഈ ചെറിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് അവിടെ തൂങ്ങിക്കിടന്നിട്ട്. പിന്നെ ഇതും വെറൈറ്റി ആയിട്ടുള്ളൊരു പേപ്പർ സ്റ്റാർ. ഞാനിത് ഈ സ്റ്റാർ ഇങ്ങനത്തെ സ്റ്റാർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇത് കണ്ടോ, പല പല ഡിസൈനിലുള്ള സിൽവർ ബോൾസും പല പല
കളറിലുള്ള റിബണും കാര്യങ്ങളൊക്കെ ഏകദേശം 45 രൂപ 40 രൂപ. പിന്നെ കുറേ എടുക്കണമെങ്കിൽ ചിലപ്പോൾ പൈസ കുറച്ചും തരുമായിരിക്കും. കാര്യം നമ്മൾ ഒരെണ്ണൊക്കെ എടുക്കുമ്പോഴായിരിക്കും 40 രൂപ കുറേ ഉണ്ടാവുക. കുറേ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ പൈസ കുറച്ചിട്ട് അവർ തരും. പിന്നെ LED ലൈറ്റും പല രീതിയിലുള്ള വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റിയ ലൈറ്റും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇവിടെ ഈ തൂങ്ങിക്കിടക്കണ ഇത് കണ്ടോ, സ്റ്റാർ. ഇത് സ്ട്രോയിങ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാറാണ്. ഇവിടെ നല്ല ഡിസൈനിൽ അവർ തന്നെ ചെയ്തിട്ടേക്കണതാണ്. സ്ട്രോയിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവർ തന്നെ ലൈറ്റും വെച്ച് ഇട്ടേക്കണതാണ്. മേലെ തൂങ്ങിക്കിടക്കണ ഈ സ്റ്റാറാണ്. ഇവിടെ ഈ കണ്ടോ, ഇതാണ് സ്റ്റാർ വരുന്നത്. സ്ട്രോയിങ് കൊണ്ട് ഉണ്ടാക്കിയേക്കാണ്. അവരത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ്. 5 പീസോ അങ്ങനെയൊക്കെയാണ് അവർ വെക്കണത്. അങ്ങോട്ടേക്ക് വരാന്നിട്ട് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ചെറിയ നല്ല അടിപൊളി നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡോളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്. പല രീതിയിലും പല ഡിസൈനിലുള്ള ഡോളും ആണത്. പിന്നെ ഇങ്ങോട്ട് വരാനത്ത് നല്ല വെറൈറ്റി വീത്തും ബെല്ലും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ കണ്ടു. ഒന്നരം കണ്ടതിൽ കുറച്ചും കൂടി എനിക്ക് ആ ഡിസൈനിൽ അവർ വെച്ച ഡിസൈനിലാണെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർ ഷോപ്പ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണത് കണ്ടോ. ഫുള്ള് ഗോൾഡൻ കളറൊക്കെ വെച്ച് നല്ല രസമാണ്. അവിടെ ഷോപ്പ് കാണാനും സാധനങ്ങൾ കാണാനും എല്ലാം നല്ല രസമാണ്. അപ്പോൾ ബോയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടൈം കളയാതെ വേഗം ബ്രോഡ്വേയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനല്ലേ അതൊന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, ബൈ.